കട്ടവനെ കിട്ടിയില്ല എങ്കിൽ കിട്ടിയവനെ പ്രതിയാക്കുകയാണ് ഇപ്പോഴത്തെ കേരള പോലീസ്. അത് ഈ ഭരണപരാജയം കൊണ്ട് നാണം കെട്ട് നിൽക്കുന്ന പിണറായി വിജയന് വേണ്ടി തന്നെയാണ്. കേരളമടക്കം സകലയിടത്തും രാഹുൽ മാങ്കൂട്ടം MLAക്ക് വേണ്ടി പോലീസ് വലവീശിയിട്ടും കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരം 4:30 ജനമധ്യത്തിൽ നിന്നും പെട്ടെന്ന് ഒരു ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ട് അപ്രത്യക്ഷമായതാണ് മാങ്കൂട്ടം MLA. എന്നിട്ടും പക്ഷേ 3 ദിവസം കഴിഞ്ഞിട്ടും സകല സന്നാഹങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിലെ പോലീസിനാകെ കിട്ടിയത് രാഹുൽ ഈശ്വറിനെയാണ്. ഒരു രാഹുൽ മാങ്കൂട്ടത്തെ കിട്ടിയില്ലെങ്കിൽ രാഹുൽ ഈശ്വറിനെ കൊണ്ട് തൃപ്തിപ്പെടുകയാണ് ഈ കഴിവുകെട്ട സർക്കാർ. ഒന്ന് നോക്കണേ, ഇത് വല്ലാത്ത കളിയായി പോയി. സത്യത്തിൽ കേരളത്തിലെ CPM-നെതിരെയുള്ള വാർത്തകൾ വരുന്നതിനെ തീർത്ത് ഒഴിവാക്കണം. മെസ്സി വരുന്ന കാര്യങ്ങൾ ഒരു യുവജനതയും ഇനി ചോദിക്കരുത്. സ്വർണം കട്ടതിനെ അയ്യപ്പൻ പോലും മറക്കണം. ഖജനാവ് കാലിയാക്കിയത് ആര് എന്ന ചോദ്യമേ ഇവിടെ ഉയരാൻ പാടില്ല. ആരോഗ്യ മേഖലയുടെ അനാസ്ഥ കണ്ടില്ല എന്ന് ജനങ്ങൾ നടിക്കണം. അങ്ങനെ പിണറായി വിജയൻ സർക്കാരിൻ്റെ എല്ലാവിധ ഭരണവിരുദ്ധതയെക്കുറിച്ചും സകലരും മറക്കാൻ വേണ്ടി മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് അത്യാസന്നമായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരം മസാല കഥകൾ പടച്ചുവിടുന്നത്. അതിനാക്കം കൂട്ടാനാണ് ഇരയുടെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന പേരും പറഞ്ഞ് പോലീസ് ലാത്തിയുമെടുത്ത് രാത്രിക്ക് രാത്രി ഇറങ്ങാനും കാരണം. അല്ലെങ്കിൽ പിന്നെ സകലർക്കും സുപരിചിതനായ മാങ്കൂട്ടം MLA തിരുവനന്തപുരത്ത് വന്ന് വക്കാലത്ത് ഒപ്പിട്ട് പോയിട്ടും ആരും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല. എന്തായാലും ഈ വിഷയത്തിൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന കേസെടുത്തുകൊണ്ട് KPCC ജനറൽ സെക്രട്ടറിയായ സന്ദീപ് വാര്യരുടെ വീട്ടുപടിക്കലിലേക്കും പോലീസ് പോയി നിരങ്ങി. പക്ഷെ കാര്യങ്ങൾ പോലീസ് വിചാരിച്ചതുപോലെ ആയില്ല. ഇക്കഴിഞ്ഞ ഇടയ്ക്ക് 10 ദിവസത്തെ ജയിൽവാസവും കഴിഞ്ഞ് ഒരു ധർമ്മ സമരത്തിന് വേണ്ടി ജയിലറകളെ പൂമാലയാക്കി തിരിച്ചു വന്നവരാണ് ഈ പറയുന്ന സന്ദീപ് വാര്യരും കൂട്ടരും. അങ്ങനെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സന്ദീപ് വാര്യർ പോലീസിനെ ആട്ടിയോടിക്കുകയാണ് ചെയ്തത്. ചാനലുകളിൽ മുഴുവൻ സന്ദീപ് നിറഞ്ഞാടി. എന്നിട്ട് പോയ വഴിക്ക് കേരള പോലീസിന് പിടിച്ചകത്തിടാൻ മാത്രം ഒരതിജീവിതയെയും താൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തൻ്റെ സോഷ്യൽ മീഡിയയിൽ തുറന്നു വച്ച് സന്ദീപ് വാര്യർ ചങ്കൂറ്റത്തോടെ പറയുകയാണ്. നമുക്ക് ആ ഓഡിയോ ഒന്ന് കേട്ടു നോക്കാം. ഇപ്പോൾ താങ്കൾക്കെതിരെയും പരാതി ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസിന്റെ നീക്കം ഉണ്ടെന്ന് എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ പരാതിക്കാരി എന്ന് പറയുന്ന ആൾക്കെതിരെ അവർ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ എന്റെ ഭാഗത്തുനിന്ന് ഒരു പരാമർശമോ ഒരു തരത്തിലുള്ള നീക്കമോ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം ഞാനൊരു വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ ആ ഫോട്ടോ ആ ദിവസം കഴിഞ്ഞ വർഷം ഫേസ്ബുക്കിൽ ഇട്ടത് മറ്റു ചില ആളുകൾ ദുരുപയോഗിക്കുന്നു എന്ന് ചില മാധ്യമ പ്രവർത്തനം സുഹൃത്തുക്കളും അറിയിച്ചപ്പോൾ ആ നിമിഷം തന്നെ അത് ഡിലീറ്റ് ചെയ്തയാളാണ് ഞാൻ. ഏറ്റവും ആദ്യം ഇരയുടെ പേര് വെളിപ്പെടുത്തുന്നതും അല്ലെങ്കിൽ ഇരയുടെ പേര് വെളിപ്പെടുത്തുന്ന രീതിയിൽ അവരെ ഐഡന്റിറ്റി റിവീൽ ചെയ്യുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിച്ച സംഘടനയുടെ പേര് DYFI എന്നാണ്. DYFIയുടെ ബ്ലോക്ക് പ്രസിഡന്റിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കൃത്യമായിട്ടും ഇരയുടെ നാടും ഇരയുടെ സ്വദേശവും ഇര ആരാണെന്നും ഇര വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളും മൈക്ക് കെട്ടി പ്രസംഗിച്ചു. എന്തുകൊണ്ടാണ് DYFIയുടെ നേതാവിനെതിരെ കേസെടുക്കുന്നത്? എന്നെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സർക്കാരിനെതിരെ പ്രസംഗിക്കുന്ന ഇല്ലാതാക്കാം എന്തായാലും സർക്കാർ വിചാരിക്കേണ്ട. രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട്